Vishala, good morning. Good morning, sir. Nandana, good morning. Good morning, sir. നീ ഇന്നലെ എത്ര മണിക്ക് വീട്ടിൽ പോയത്? ഞാൻ ലേറ്റ് ആയിനി. ലൈൻ ബസ്സിനാ? ആ ആദിത്യ, ഗുഡ് മോർണിംഗ്. Good morning, sir. ശ്രീകാന്ത്, Sir. അലോക്, sir. ഇവിടെ ബാക്കിയുള്ളവരവിടെ ഏഴേ ഉള്ളൂ. ആകാശ, ഗുഡ് മോർണിംഗ്. Good morning, sir. അബ്രാം, Sir, ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറ. ടെക്സ്റ്റ് അല്ലേ മുമ്പിൽ? ഞാൻ ടെക്സ്റ്റ് എടുത്തിട്ടില്ല. നീ എവിടെ എടുക്കാതെ എവിടെ പോയതാണ്? ഞാൻ ഇപ്പൊ ചായ കുടിച്ചേ ഉള്ളൂ. ടെക്സ്റ്റ് എടുക്കാതെയാണ് ഫിസിക്സ് ക്ലാസ്സിലിരിക്കുന്നത്? അല്ല, ഞാൻ ഇപ്പൊ ചായ കുടിച്ചിപ്പോ ഫോൺ ഓണാക്കിട്ടേ ഉള്ളൂ. അതൊന്നും കുഴപ്പമില്ല. നീ സമയം ടെക്സ്റ്റ് എടുത്തിട്ട് ഇപ്പൊ ഓണാക്കിട്ടേ ഉള്ളൂ. നന്ദന, ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്മെന്റ്. ടെക്സ്റ്റ് നോക്കി പറയാനാ? അതിപ്പോ നീ എങ്ങനെയാ പറയുന്നത്? ഞാൻ എങ്ങനെ അറിയാം? According to this principle, it is impossible to have an accurate measurement of the position and momentum of particle simultaneously. ഓക്കെ, നിനക്കറിയുന്ന ഭാഷകളൊന്ന് പറഞ്ഞു. ഒരു പാർട്ടിക്കിളിന്റെ മൊമെന്റവും പൊസിഷനും ഒരിക്കലും ഒരേ ടൈമിന് മെഷർ ചെയ്യാൻ പറ്റില്ല. സോ നമ്മൾ ഇന്നലെ പഠിച്ചത് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണ്. ഞാൻ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുന്നുണ്ട്, അത് കാണുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, വെയിറ്റ്. ഓക്കെ, എൻ്റെ സ്ക്രീൻ കാണുന്നില്ലേ? സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പൊസിഷൻ മൊമെന്റം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും, ഒന്ന് എനർജി ടൈം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും. പൊസിഷൻ മൊമെന്റം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്തായിരുന്നു? മാത്തമാറ്റിക്കലി ഇറ്റ് ക്യാൻ ബി സ്റ്റേറ്റഡ് ആസ് ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഈക്വൽ ടു h cut. That means ഇതാരാടെ? ബിന്ദു സജിത്ത്. അതാരാ? ബിന്ദു സജിത്ത് അറിയാം? ആരാണ്? ദേവ്കിരൺ ആയിരിക്കും. അവന്റെ ഫോൺ കംപ്ലൈന്റ് ആയിട്ടുണ്ട്. അപ്പൊ അമ്മേന്റെ ഫോണിൽ കയറി വരും. ഓക്കെ. So Heisenberg uncertainty principle state that delta x into delta p is equal to h cut. അതായത് it is impossible to measure the position and momentum of an object or a quantum particle simultaneously. അതായത് ഒരേ സമയത്ത് നമുക്കൊരു ക്വാണ്ടം പാർട്ടിക്കിളിൻ്റെ, അതായത് ഇലക്ട്രോൺ, പ്രോട്ടോൺ തുടങ്ങിയ മാസും സൈസൊക്കെ കുറഞ്ഞ പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റവും പൊസിഷനും ഒരേ സമയം മെഷർ ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ മൊമെൻറ്റും പൊസിഷനും വെലോസിറ്റിയും ഒരേ സമയം മെഷർ ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മൾ മെഷർ ചെയ്താൽ തന്നെ എന്ത് ചെയ്യും? ഇഫ് വി മെഷർ ദി പൊസിഷൻ ആൻഡ് മൊമെന്റം ഇറ്റ് വിൽ ഹാവ് ആൻ എറർ ഓർ എ അൺസർട്ടനിറ്റി. നമ്മൾ മെഷർ ചെയ്ത് പൊസിഷനും മൊമെന്റവും ഒരേ സമയം മെഷർ ചെയ്താൽ എന്ത്? ദെയർ വിൽ ബി ആൻ അൺസർട്ടനിറ്റി. ആൻഡ് ഇഫ് ദ അൺസർട്ടനിറ്റി ഇൻ ദ പൊസിഷൻ ഈസ് ഡെൽറ്റ എക്സ് and if the uncertainty in
momentum is delta p, then Heisenberg uncertainty principle states that delta x into delta p is equal to h cut. അതാണ് പൊസിഷൻ മൊമെന്റം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇനി എനർജി ടൈം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണെങ്കിൽ ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു എച്ച് കട്ട്. വാട്ട് യു മീൻ ബൈ ദാറ്റ്? ദാറ്റ് മീൻസ് ഡെൽറ്റ ഇ അൺസർട്ടനിറ്റിയോട് കൂടിയെങ്കിലും എനർജി മെഷർമെന്റ് നടത്തണമെങ്കിൽ ഡെൽറ്റ ടി ടൈമെങ്കിലും എന്ത് ചെയ്യണം? ഈ പറഞ്ഞിരിക്കുന്ന പാർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ ആയിക്കോട്ടെ, ഒരു പ്രോട്ടോൺ ആയിക്കോട്ടെ, ഈ ഒരു എനർജി സ്റ്റേറ്റിൽ ഇരിക്കണം. ദാറ്റ് മീൻസ് ഒരു ഇലക്ട്രോൺ ഒരു എനർജി സ്റ്റേറ്റിൽ എക്സൈറ്റ് ചെയ്യുന്നു. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് വരുന്നു. സോ ഈ എനർജി ലെവൽ നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ അക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. അസ്യൂം മിനിമം ഡെൽറ്റ ഇ ചെയ്തു കഴിഞ്ഞാൽ, and that is represented by energy time uncertainty principle. Using this energy time uncertainty principle, we discuss one of the major application of high uncertainty principle. ഈ എനർജി ടൈം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇതിൽ എന്ത് പറഞ്ഞത്, നാച്ചുറൽ ലൈൻ ബ്രോഡനിങ് മെക്കാനിസം അല്ലെങ്കിൽ ഫ്രീക്വൻസിയിലുള്ള അൺസർട്ടനിറ്റി എങ്ങനെയാണ് ഒരു സ്പെക്ട്രം നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എനർജി ലെവലിനെ മെഷർ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്കൊരു സിംഗിൾ ലൈൻ അല്ല റിസൾട്ട് ആയിട്ട് കിട്ടുന്നത്, നമുക്കൊരു ബാൻഡ് കിട്ടും ഡ്യൂ ടു ദിസ് അൺസർട്ടനിറ്റി. Now we are going to discuss one of the other applications of Heisenberg uncertainty principle. Heisenberg uncertainty principle മറ്റൊരു അപ്ലിക്കേഷനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, രണ്ടാമത്തെ അപ്ലിക്കേഷൻ. ദാറ്റ് ഈസ് നോൺ എക്സിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺ ഇൻസൈഡ് എ ന്യൂക്ലിയസ്. വൈ ദർ ഈസ് നോ ഇലക്ട്രോൺ ഇൻ ന്യൂക്ലിയസ്? ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഇലക്ട്രോൺ ഉണ്ടാവാത്തതിന് കാരണം എന്താണ്? കാരണം ബീറ്റ ഡീക്കെ എന്ന ന്യൂക്ലിയർ പ്രോസസ്സ് നടക്കുമ്പോൾ വെൻ വി ഒബ്സർവ് ബീറ്റ ഡീക്കെ വി സീ ദാറ്റ് ഇലക്ട്രോൺ ഈസ് കമ്മിങ് ഔട്ട് ഓഫ് ന്യൂക്ലിയസ്. ബീറ്റ ഡീക്കെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്കെന്ത് മനസ്സിലാവും? അതെ, ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട് ആസ് എ റിസൾട്ട് ഓഫ് ബീറ്റ ഡീക്കെ. അതിൻ്റെ അർത്ഥം ഇലക്ട്രോൺ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നാണോ? നോ. We can prove there is no electron can stay. ഇലക്ട്രോണ് ന്യൂക്ലിയസിനുള്ളിൽ സ്റ്റേ ചെയ്യാൻ പറ്റില്ല എന്ന് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ച് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഹൗ? What is the statement of Heisenberg uncertainty principle? Take momentum, position, uncertainty. That is delta x into delta p is equal to h cut. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് എന്താ? അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ. Similarly, delta p is uncertainty in momentum. Now, what is the maximum uncertainty of an electron inside nucleus? ഉദാഹരണത്തിന് ഞാനൊരു ന്യൂക്ലിയസ് വരയ്ക്കാം ഇവിടെ. I am drawing a nucleus. ഉദാഹരണത്തിന് ഇതൊരു ന്യൂക്ലിയസ് ആണെന്ന് വിചാരിക്കുക. കൺസിഡർ ദിസ് ഈസ് ദ ന്യൂക്ലിയസ് ആൻഡ് പ്രോട്ടോൺ അസ്യൂം ദാറ്റ് അവർ ഇലക്ട്രോൺ ഈസ്, അതായത് നമ്മളെന്താ പറയുന്നത്, ഇപ്പോൾ ഇലക്ട്രോൺ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അസ്യൂം ദാറ്റ് ഇലക്ട്രോൺ എക്സിസ്റ്റ് ഇൻസൈഡ് ന്യൂക്ലിയസ്. ഒന്ന് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഇലക്ട്രോണിൻ്റെ പൊസിഷൻ മെഷർ ചെയ്യുകയാണ്. വി ആർ മെഷറിങ് ദ പൊസിഷൻ ഓഫ് ഇലക്ട്രോൺ. സോ അസ്യൂം ദാറ്റ് ഇലക്ട്രോൺ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ മെഷർ ചെയ്യുന്ന എക്യുപ്മെന്റ് എന്താ കാണിക്കുന്നത്? ഇലക്ട്രോൺ ഇവിടെയാണ് എന്ന് കാണിക്കുന്നു. ഇറ്റ് ഷോസ് ദാറ്റ് ഇലക്ട്രോൺ ഈസ് ഹിയർ. സോ വാട്ട് ഈസ് ദ വാല്യൂ എറർ? അൺസർട്ടനിറ്റി എന്താണ്? അൺസർട്ടനിറ്റി ഡെൽറ്റ എക്സ് വിൽ ബി ദ റേഡിയസ് ഓഫ് ന്യൂക്ലിയസ്. ഓർ ശരിക്കും എക്സാക്ട് പൊസിഷൻ ഓഫ് ഇലക്ട്രോൺ ഇവിടെയാണെന്ന് വിചാരിക്കുക, ലെഫ്റ്റ് സൈഡിലാണെന്ന് വിചാരിക്കുക. പക്ഷെ നമ്മുടെ ടൂൾ അല്ലെങ്കിൽ നമ്മുടെ എക്യുപ്മെന്റ് അല്ലെങ്കിൽ എക്സ്പെരിമെന്റൽ അപ്പാരറ്റസ് സ്പെക്ട്രോമീറ്റർ നമ്മളോട് പറയുന്നു, എന്ത് പറയുന്നു? ഇലക്ട്രോൺ ഇവിടെയാണ്. സോ വാട്ട് വിൽ ബി ദ അൺസർട്ടനിറ്റി? ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ
എപ്പോഴാണ് പോയത്? ക്ലാസ് എപ്പോഴാണ് കട്ടായത്? എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഹലോ, കേൾക്കുന്നില്ല? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്ത്. ആകാശ ക്ലാസ് എപ്പോഴും റേഡിയസ് ഡെൽറ്റ എക്സ് ആന്ന് പറയുമ്പോ. ഓക്കെ, ഇപ്പൊ തന്നെ അല്ലേ? ഓക്കെ. ഓക്കെ, സോ മാക്സിമം അൺസർട്ടനിറ്റി, ഈ ഒരു ഇലക്ട്രോണിന്റെ പൊസിഷനിൽ വരാവുന്ന മാക്സിമം അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് എന്താ? ന്യൂക്ലിയർ ഡയമീറ്ററിന്റെ റേഞ്ചിലായിരിക്കും. വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് ന്യൂക്ലിയർ ഡയമീറ്റർ? ന്യൂക്ലിയസിന്റെ ഡയമീറ്റർ എന്ന് പറയുന്ന റേഞ്ച് ഇത്രയോ ന്യൂക്ലിയർ ഡയമീറ്റർ ഈസ് ഇൻ റേഞ്ച് ഓഫ് 10⁻⁻15 മീറ്റർ ആണ് ന്യൂക്ലിയർ ഡയമീറ്ററിന്റെ റേഞ്ച്. സോ ദ മാക്സിമം അൺസർട്ടനിറ്റി വി ക്യാൻ മെഷർഡ് അബൌട്ട് ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ പൊസിഷൻ മെഷർമെന്റിൽ വരാവുന്ന മാക്സിമം അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് 10⁻⁻15 മീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ ഓക്കെ, അപ്ലൈ ഓൺ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ച് ഡെൽറ്റ പി എന്താണ്? വാട്ട് ഈസ് ഡെൽറ്റ പി? ഫ്രം ദാറ്റ് വി ക്യാൻ റൈറ്റ് ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു h cut by 10⁻⁻15. And after calculating this, we will get that it is 1.055 into 10⁻⁻20 kilogram meter per second. പൊസിഷനിലുള്ള മാക്സിമം അൺസർട്ടനിറ്റി എന്താ? ഡെൽറ്റ എക്സ് ആണ്. സോ വാട്ട് ഈസ് ദ മിനിമം അൺസർട്ടനിറ്റി ഇൻ ദ മൊമെന്റം? അങ്ങനെയെങ്കിൽ മൊമെന്റത്തിന്റെ അൺസർട്ടനിറ്റി എന്താ? ജസ്റ്റ് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. h cut by 10⁻⁻15. h cut എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് h cut? h cut ഈസ് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ബൈ 2π. സോ hന്റെ വാല്യൂ അറിയാം, 2π സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ വി വിൽ ഗെറ്റ് ലൈക്ക് ദിസ്. ദാറ്റ് മീൻസ് മൊമെന്റത്തിന്റെ അൺസർട്ടനിറ്റി 10⁻⁻20 ആണെങ്കിൽ ദാറ്റ് മീൻസ് the momentum of electron should be in order of some 1.055 into 10⁻⁻20 kilogram per meter per second. മൊമെന്റത്തിന് വരാവുന്ന മിനിമം അൺസർട്ടനിറ്റി ഈ ഒരു, then momentum should also be ഈ ഒരു ഓർഡറിലായിരിക്കും. ഓർ വാട്ട് ഈസ് ദ എനർജി? മൊമെന്റത്തിന് അൺസർട്ടനിറ്റി ഇതാണെങ്കിൽ then what will be the energy? Energy is given as momentum into velocity, pc. ഇത് റിലേറ്റിവിറ്റി ആണ്. എനർജി എന്ന് പറയുന്നത് മൊമെന്റം ഇൻറ്റു ലൈറ്റിന്റെ വെലോസിറ്റി. ഇത് റിലേറ്റിവിറ്റി ആയിട്ട് റിലേറ്റഡ് ആണ്. സോ ഇക്വേഷൻ എങ്ങനെ വരുന്നു എന്നൊന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എനർജി ഒരു മാറ്റർ ഉണ്ട്. ഒരു പാർട്ടിക്കിളിന്റെ എനർജി എന്ന് പറയുന്നത് എന്താ? അതിന്റെ മൊമെന്റ് വെലോസിറ്റി ഓഫ് ലൈറ്റ്. ഇ ഈസ് ഈക്വൽ ടു mc സ്ക്വയർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതേ ഇക്വേഷൻ തന്നെയാണ് ഇ ഈസ് ഈക്വൽ ടു pc. സോ വാട്ട് ഈസ് മൊമെന്റം? മൊമെന്റത്തിന്റെ ഓർഡർ എന്തായിരുന്നു? 1.055 into 10⁻⁻20 into velocity of light 3 into 10⁸. That will be 9.8 mega electron volt. സോ നിങ്ങൾ ഇത് പ്രോബ്ലം ചെയ്ത് പഠിക്കുന്ന സംഭവമൊന്നുമല്ല, ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. എനർജി, ഓർഡർ ഓഫ് എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻസൈഡ് എ ന്യൂക്ലിയസ്. ഇലക്ട്രോൺ ന്യൂക്ലിയസിനുള്ളിൽ ഉണ്ടെങ്കിൽ അതിന്റെ എനർജി എന്തായിരിക്കും? 19.8 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആയിരിക്കും, അക്കോർഡിംഗ് ടു ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. We know that Heisenberg uncertainty principle is true. നമുക്കറിയാം എന്ത്? ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ട്രൂ ആണ്. അത് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം നാച്ചുറൽ ലൈൻ ബ്രോഡനിങ് കൂടാതെ മറ്റു പല മെക്കാനിസത്തിലും ഇത് വർക്ക് ചെയ്യുന്ന തിയററ്റിക്കൽ അൺസർട്ടനിറ്റി ആണ്. സോ ഒരു ന്യൂക്ലിയസ് എടുത്തു, അതിൻ്റെ ഉള്ളിൽ ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ഇലക്ട്രോണിന് വരാവുന്ന, ഇലക്ട്രോണിന്റെ പൊസിഷൻ മെഷർമെന്റിൽ വരാവുന്ന മാക്സിമം അൺസർട്ടനിറ്റി അതിന്റെ ഡയമീറ്റർ ആണ്. ഒരറ്റത്താണ് ഇലക്ട്രോൺ ആണെങ്കിൽ മറ്റേ അറ്റത്താണ് മെഷർമെന്റ് നടക്കുന്നതെങ്കിൽ മിസ്റ്റേക്ക്, എറർ ഓർ അൺസർട്ടനിറ്റി ഈസ് in the range of nuclear diameter, that is 10⁻⁻15 meter. ആ ഒരു വാല്യൂ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ കൊടുത്തിട്ട് മൊമെന്റം കാൽക്കുലേറ്റ് ചെയ്യുക. മൊമെന്റത്തിൽ നിന്ന് എനർജി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ we will get electron should have an energy of 19.8 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ന്യൂക്ലിയസിനുള്ളിലാണ് ഇലക്ട്രോൺ സ്റ്റേ ചെയ്യുന്നതെങ്കിൽ മിനിമം അതിന് 19.8 മെഗാ ഇലക്ട്രോൺ വോൾട്ട് എനർജി വേണം. ബട്ട് ദി ഇലക്ട്രോൺ വിച്ച് ഈസ് എമിറ്റഡ് ഫ്രം എ ബീറ്റ ഡീകെ ഈസ് ഓർഡർ ഓഫ് ഫ്യൂ MeV. ഒരു ബീറ്റ ഡീകെയിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എനർജി എന്താ? ഇലക്ട്രോൺ എമിറ്റഡ് ഫ്രം ബീറ്റ ഡീകെ ഈസ് ഓഫ് ഫ്യൂ MeV, സം
around 1 mega electron volt ആണ്. സോ ആരുടെ ലെഫ്റ്റ് അടിച്ച് യാദുൽ ദാസ് തട്ടാൻസില്ല കേട്ടോ. സോ ഒരു ഇലക്ട്രോണിന്റെ ഉള്ളിൽ നിന്ന് ഒരു ന്യൂക്ലിയസിനുള്ളിൽ നിന്ന് ബീറ്റ ഡീക്കിലോട്ട് നമ്മൾ എക്സ്പെരിമെന്റിൽ ഒബ്സർവ് ചെയ്യുന്ന ഇലക്ട്രോൺ എന്താണ് 1 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണ് എനർജി. സോ ദർ ഈസ് എ ഹ്യൂജ് ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ്. അതായത് നമ്മൾ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ച് എന്ത് കാൽക്കുലേറ്റ് ചെയ്തു? ഇലക്ട്രോൺ ന്യൂക്ലിയസിനുള്ളിൽ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ ഇഫ് ഇലക്ട്രോൺ എക്സിസ്റ്റ് ഇൻസൈഡ് ന്യൂക്ലിയസ് ഇറ്റ് ഷുഡ് ഹാവ് ആൻ എനർജി ഓഫ് 19.8 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ബട്ട് വെൻ വി ഒബ്സർവ് ബീറ്റ ഡികെ, നമ്മൾ ബീറ്റ ഡികെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. വാട്ട് ഈസ് ദാറ്റ്? The energy of electron is 1 mega electron volt. അതിൻ്റെ അർത്ഥം എന്താ? ഇലക്ട്രോൺ ബീറ്റ ഡികെയിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന മറ്റെന്തോ മെക്കാനിസമിലൂടെയാണ്. ഇലക്ട്രോൺ ന്യൂക്ലിയസിനുള്ളിൽ എക്സിസ്റ്റ് ചെയ്യൂല. ഓർ വി ക്യാൻ വെരിഫൈ ദാറ്റ് there is no electrons exist inside a nucleus. So it is very clear that it is one of the best applications of Heisenberg uncertainty principle, non-existence of electron inside nucleus. So നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ആ ഒരു രണ്ടാമത്തെ ആപ്ലിക്കേഷൻ. സോ ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കുക. നിങ്ങളുടെ എത്ര ആളുടെ മുമ്പിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെന്നൊന്നും എനിക്കറിയാൻ പാടില്ല, എങ്കിലും നിങ്ങൾ വായിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. സോ ഒന്ന് 2-3 മിനിറ്റ് അതൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ. ഹൈസൻബർഗ് ഞാൻ പറയുന്നത് പേജ് നമ്പർ 125 രണ്ടാമത്തെ പോയിന്റ് ആണ്, നോൺ എക്സിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻസൈഡ് ന്യൂക്ലിയസ്. സോ ഈ രണ്ട് അപ്ലിക്കേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നിങ്ങൾക്ക് എക്സാമിന് മിക്കവാറും ചോദിക്കുന്നത് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ചോദിക്കും, സ്റ്റേറ്റ് ചേമ്പറേയും രണ്ട് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഉണ്ട്. ഒന്ന് മൊമെന്റം പൊസിഷൻ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആൻഡ് സെക്കൻഡ് വൺ ഈസ് എനർജി ടൈം അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. സോ ഇത് രണ്ടും സ്റ്റേറ്റ് ചെയ്യണം, ടേംസ് സ്റ്റേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വാട്ട് ആർ ദി മെയിൻ ആപ്ലിക്കേഷൻസ് ഓഫ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. സോ ഫസ്റ്റ് വൺ ഇസ് നാച്ചുറൽ ലൈൻ ബ്രോഡനിങ്, സെക്കൻഡ് വൺ ഈസ് നോൺ എക്സിസ്റ്റൻസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻസൈഡ് ന്യൂക്ലിയസ്. ഒന്നാമത്തെ കാര്യം, നമുക്കൊരു സിംഗിൾ ഫ്രീക്വൻസി ലൈനാണ് കാണേണ്ടതെങ്കിൽ നമുക്ക് ആ ലൈൻ ബ്രോഡൻ ചെയ്യുന്നു ഡ്യൂ ടു ദിസ് അൺസർട്ടനിറ്റി ഇൻ എനർജി. സെക്കൻഡ് വൺ, വൈ ഇലക്ട്രോൺസ് ആർ നോട്ട് പ്രസന്റ് ഇൻസൈഡ് എ ന്യൂക്ലിയസ്. ഒരു ന്യൂക്ലിയസിനുള്ളിൽ എന്തുകൊണ്ടാണ് ഇലക്ട്രോൺസ് നമ്മൾ കാണില്ല? കാരണം ബീറ്റ ഡികെയിൽ നമ്മൾ എന്താ ഒബ്സർവ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ ഒരു ന്യൂക്ലിയർ പ്രോസസ്സാണ് ബീറ്റ ഡികെ. ന്യൂക്ലിയർ ഡികെ ആണ് ബീറ്റ ഡികെ, ബീറ്റ മൈനസ് ഡികെ. So in beta minus decay we observe electrons are coming from nucleus. പക്ഷേ ഇലക്ട്രോൺ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇലക്ട്രോൺ ഈസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂ ടു സം അതർ പാർട്ടിക്കിൾ ഫിസിക്സ് മെക്കാനിക്സം. അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഇലക്ട്രോൺ എന്തുകൊണ്ടാണ് ബീറ്റ ഡികെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾ പഠിക്കേണ്ട. വൈ, എന്തുകൊണ്ടാണ് ന്യൂക്ലിയസിനുള്ളിൽ ഇലക്ട്രോൺ എക്സിസ്റ്റ് ചെയ്യില്ല? വൈ? ബിക്കോസ് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ സേസ് സോ. അല്ലെങ്കിൽ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ച് നമ്മൾ മൊമെന്റം അല്ലെങ്കിൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് വെരി വെരി ഫാർ ഫ്രം ഒബ്സർവ്ഡ് വാല്യൂ. നമുക്ക് ഒബ്സർവ് ചെയ്യുന്ന ഇലക്ട്രോണിന്റെ എനർജിയേക്കാൾ ഒരുപാട് വലുതാണ് നമ്മൾ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ, ന്യൂക്ലിയസിനുള്ളിലെ ഇലക്ട്രോണിന്റെ എനർജി വാല്യൂ. ദാറ്റ് മീൻസ് ന്യൂക്ലിയസിനുള്ളിൽ ഇലക്ട്രോൺ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തന്നെയാണ്. ഓക്കെ. സോ നിങ്ങൾക്ക് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ നോട്ടൊക്കെ ഞാൻ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ട്. സോ വായിച്ചു നോക്കുക. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കുക. നിങ്ങൾക്കറിയാം ഓഫ്ലൈൻ ക്ലാസ്സിൻ്റെ അത്ര എഫക്റ്റീവ് ഒന്നുമല്ല ഓൺലൈൻ ക്ലാസ്. അങ്ങനെയല്ല, എഫക്റ്റീവ് നിങ്ങൾ എത്രത്തോളം പഠിക്കുന്നുണ്ട് വായിക്കുന്നുണ്ടെന്ന് എനിക്കറിയാൻ പറ്റില്ല. സോ നിങ്ങൾ വായിച്ചു നോക്കുക. സംശയം ഉണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് ചോദിക്കുക. സോ നെക്സ്റ്റ് വൺ ഈസ് വേവ് ഫംഗ്ഷൻ. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ഈസ് വേവ് ഫംഗ്ഷൻ. In classical mechanics, how we determine the characteristics of an object. ഒരു ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ, മൊമെൻറ്റം, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ്, എനർജി, പവർ. അങ്ങനെ നമുക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് ഒരു ഒബ്ജക്റ്റ് മോഷനിലായിരിക്കുന്ന അല്ലെങ്കിൽ റെസ്റ്റിലായിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് ഇതുപോലത്തെ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ ഹൗ വി റെപ്രസെൻറ്റ് ദീസ് properties of a object or a particle which is moving under movement.
we know simply we can express what is velocity. ഉദാഹരണത്തിന് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ xt is equal to some 3t plus 1 അല്ലെങ്കിൽ xt is equal to some 6t square plus 2t. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ എങ്കിൽ ഇഫ് എക്സ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ വാട്ട് ഈസ് വെലോസിറ്റി? എന്താ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് തമ്മിലുള്ള കണക്ഷൻ എന്താ? അജയ്, വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റും തമ്മിലുള്ള കണക്ഷൻ എന്താ? അജയ് ഷാജി. V is equal to d by t. d by t അല്ലെങ്കിൽ എക്സ് ആണ് ഡിസ്പ്ലേസ്മെന്റ് എങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്ത്? dx by dt. അതായത് നമുക്ക് എക്സ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റിന് ഒരു ഫംഗ്ഷൻ ടിയുടെ ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ എന്താ? അതിനെ ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി? വെലോസിറ്റി കിട്ടി. സിമിലർലി വാട്ട് ഈസ് ആക്സലറേഷൻ? ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? d²x by dt സ്ക്വയർ. എക്സ് ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വാട്ട് ഈസ് മൊമെന്റം? മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താ? P is equal to mass into velocity അല്ലെങ്കിൽ P is equal to mass into dx by dt. അതായത് എക്സ് തന്നിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക ടൈം കൊണ്ട്. സോ നമുക്കൊരു സിംഗിൾ ഡിസ്പ്ലേസ്മെന്റിന് ഒരു എക്സ്പ്രഷൻ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ കാൽക്കുലേറ്റ് വെലോസിറ്റി, ആക്സിലറേഷൻ, മൊമെന്റം, ഫോഴ്സ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഡിസ്പ്ലേസ്മെന്റ് ആക്ച്വലി ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഒരു ഡിസ്പ്ലേസ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ റെപ്രസെന്റ്സ് ഓൾ അതർ പ്രോപ്പർട്ടീസ് ഓഫ് എ ഒബ്ജക്ട്. ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ നമുക്കറിയാമെങ്കിൽ ഒബ്ജക്റ്റിന്റെ ആ ഒരു പാർട്ടിക്കിളിന്റെ മൂവ്മെന്റ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ആഫ്റ്റർ ടൈം ടി വാട്ട് വിൽ ബി ഇറ്റ്സ് പൊസിഷൻ, ആഫ്റ്റർ ടൈം ടി വാട്ട് വിൽ ബി ഇറ്റ്സ് മൊമെന്റം. ഓൾ അതർ പ്രോപ്പർട്ടീസ് of this particle can be predicted using Newton's second law equation. Predict ചെയ്യാൻ പറ്റും. In quantum mechanics, all the properties or all the characteristics of our particle or quantum mechanics, quantum properties കാണിക്കുന്ന പാർട്ടിക്കിളിലെ എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും അടങ്ങിയിരിക്കുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷന്റെ പേരാണ് വേവ് ഫംഗ്ഷൻ. ഇറ്റ് ഈസ് എ കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ is a complex mathematical function which represents the particle. ഒരു ഡിസ്പ്ലേസ്മെന്റ് ഒരു ക്ലാസിക്കൽ പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാണോ, സിമിലർലി വേവ് ഫംഗ്ഷൻ ഇറ്റ് ഈസ് എ കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ വിച്ച് റെപ്രസെന്റ്സ് ദ ഒബ്ജക്റ്റ് ഇൻ മോഷൻ. നമ്മൾ ഏത് ക്വാണ്ടം പാർട്ടിക്കിളിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, ഒരു ഇലക്ട്രോണിനെ കുറിച്ചാണോ സംസാരിക്കുന്നത്, അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം അടങ്ങിയിരിക്കുന്ന അതിനെക്കുറിച്ച് നമുക്ക് ഈ ഒരു ഒബ്ജക്റ്റിന്റെ കേസിൽ സൈ ആണ് സാധാരണ. യാദുൽദാസിന് പോലെ നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ലെഫ്റ്റ് അടിക്കുന്നുണ്ട്. സോ സൈ ആണ് നമ്മൾ. ഇഫ് സൈ ഈസ് ദ വേവ് ഫംഗ്ഷൻ ദെൻ ദിസ് സൈ കണ്ടെയ്ൻസ് സൈ ഓഫ് എക്സ് ടി ആണ് നമ്മുടെ വേവ് ഫംഗ്ഷൻ എങ്കിൽ ഈ സൈ ഓഫ് എക്സ് ടി ഇതിൽ എന്തൊക്കെയുണ്ടോ? നമ്മൾ ഏത് പാർട്ടിക്കിളിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇഫ് വി ആർ ടോക്കിംഗ് അബൌട്ട് ആൻ ഇലക്ട്രോൺ മൂവിങ് അലോങ് എക്സ് ആക്സിസ്, ഒരു ഇലക്ട്രോണിനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഇലക്ട്രോണിന്റെ മൊമെന്റം, പൊസിഷൻ, എനർജി, അങ്ങനെ എല്ലാവിധ കാര്യങ്ങളും ക്യാരക്ടറിസ്റ്റിക്സും ഈ ഒരു സൈൽ അടങ്ങിയിട്ടുണ്ടാവും. ബട്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈസ് സൈ ഇറ്റ് സെൽഫ് ഹാസ് നോ മീനിങ്. വേവ് ഫംഗ്ഷൻ സൈ ഓഫ് എക്സ് ടി എന്ന് പറയുന്ന വാല്യൂവിന് ഇറ്റ് ഹാസ് നോ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ്. ഇതിന് യാതൊരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസും ഇല്ല, അല്ലെങ്കിൽ ഇതിന് യാതൊരു ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷനും ഇല്ല. ഇറ്റ് ഹാസ് നോ ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ. അതായത് നിങ്ങൾക്ക് ഒരു ക്ലാസിക്കൽ ബോഡിയാണ്, ഒരു ക്ലാസിക്കൽ ഒബ്ജക്റ്റ് ആണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞു, ഡിസ്പ്ലേസ്മെന്റ് ഹാസ് എ ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ദൂരം, ഡിസ്റ്റൻസ് ആണ്. അതാണ് ഡിസ്പ്ലേസ്മെന്റ്. ശരിയാണ്, ഡിസ്പ്ലേസ്മെന്റിൽ നിന്ന് വെലോസിറ്റിയും ആക്സലറേഷനും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ്സ് റൈറ്റ്. ബട്ട് ക്വാണ്ടം മെക്കാനിക്സിൽ വരുമ്പോൾ സൈ ഈസ് എ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ റെപ്രസെന്റിങ് എ പാർട്ടിക്കിൾ. ഒരു പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ് സൈ. ബട്ട് ഇറ്റ് ഇറ്റ്സെൽഫ് ഹാസ് നോ ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ. അതിന് സ്വന്തമായിട്ടൊരു ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഇല്ല. അത് മൊമെന്റോ പൊസിഷനോ ഒന്നുമല്ല.
but it is used to derive the physical properties of a quantum particle. ഒരു ക്വാണ്ടം പാർട്ടിക്കിളിന്റെ പല പ്രോപ്പർട്ടീസും ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ സൈ ഉപയോഗിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഒരു ഇലക്ട്രോൺ എക്സ് ആക്സിസിൽ മൂവ് ചെയ്യുന്നു. ആൻ ഇലക്ട്രോൺ ഈസ് മൂവിങ് ഇൻ എക്സ് ആക്സിസ്. ദ മൊമെന്റ് ഇഫ് വി നോ ദ വേവ് ഫംഗ്ഷൻ ഓഫ് ദാറ്റ് ഇലക്ട്രോൺ ഈസ് സൈ ഓഫ് എക്സ് ടി. ആ ഒരു ഇലക്ട്രോണിന്റെ വേവ് ഫംഗ്ഷൻ സൈ ഓഫ് എക്സ് I h cut minus I h cut dot psi by dot t. എന്ത് ചെയ്താൽ മതി? ഐ എച്ച് കട്ട് കൊണ്ട് മൈനസ് ഐ എച്ച് കട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഐ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഐ ഈസ് കോംപ്ലക്സ് ഇമാജിനറി നമ്പർ. എച്ച് കട്ട് ഈസ് എച്ച് ബൈ 2π. സോ സൈ നമുക്കറിയാം. വേവ് ഫംഗ്ഷൻ അറിയാമെങ്കിൽ എന്ത് ചെയ്യാം? അതിന് ടി വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. മൈനസ് ഐ എച്ച് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ വി വിൽ ഗെറ്റ് മൊമെന്റം ഇൻ എക്സ് ഡയറക്ഷൻ. Dou by dou x ആണ്. Similarly, if we want energy, നമുക്ക് എനർജി ആണ് അറിയണമെങ്കിൽ just E is equal to minus h cut square. എനർജി ആണ് അറിയണമെങ്കിൽ just I h cut dou psi by dou t. ടൈം വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഐ എച്ച് കട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എനർജി കിട്ടും. സോ സൈ എന്ന് പറയുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷന് അതാണ് it is like an identity card. From that means നമ്മൾ ഐഡന്റിറ്റി കാർഡ് നമ്മളെ കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷനും ഉണ്ടാവൂലേ. ലൈക്ക് ദാറ്റ് psi wave function is an identity card from which we can derive all the properties of this quantum particle. നമ്മൾ ഡീൽ ചെയ്യുന്ന ക്വാണ്ടം പാർട്ടിക്കിളിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് എടുക്കാൻ പറ്റുന്ന ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ് psi. അതായത് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. യൂസിങ് ദിസ് വി ക്യാൻ ഡിറൈവ് നമുക്ക് ആവശ്യമുള്ള മൊമെന്റം, എനർജി, ഫോഴ്സ് എന്ത് വേണമെങ്കിലും ഈ സൈയിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. ആൻഡ് സോ വി സേ ദാറ്റ് സൈ വേവ് ഫംഗ്ഷൻ ഈസ് എ കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഓർ വിച്ച് അണ്ടർഗോയിങ് പീരിയോഡിക് ചേഞ്ച്. സൈ എന്ത് ചെയ്യും? ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് സൈ മാറിക്കൊണ്ടിരിക്കും. സോ സൈ റെപ്രസെന്റ്സ് ദിസ് പാർട്ടിക്കിൾ. ഒരു ക്വാണ്ടം പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ക്വാണ്ടം വേവ്, ഒരു വേവിനെ റെപ്രസെന്റ് ചെയ്യുന്ന നമ്മൾ ഡീൽ ചെയ്യുന്ന പാർട്ടിക്കിൾ, ഒരു ഇലക്ട്രോൺ ആയിക്കോട്ടെ പ്രോട്ടോൺ ആയിക്കോട്ടെ, വെദർ ഇറ്റ് ഈസ് പ്രോട്ടോൺ ഓർ ഇലക്ട്രോൺ, അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ് സൈ, വിച്ച് ഈസ് വേവ് ഫംഗ്ഷൻ. And there is some requirements of wave function. ഒരു വേവ് ഫംഗ്ഷൻ, ഒരു പാർട്ടിക്കിളിനെ റെപ്രസെന്റ് ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ വാലിഡ് ആവണമെങ്കിൽ, ഇഫ് വി വാണ്ട് ടു സേ ദിസ് വേവ് ഫംഗ്ഷൻ ഈസ് വാലിഡ് ഓർ ഇറ്റ് വർക്ക്സ്, ഇറ്റ് ഷുഡ് ഹാവ് സം റിക്വയർമെന്റ്സ്. ആൻഡ് ഫസ്റ്റ് റിക്വയർമെന്റ് ഇസ്, ഈ പറയുന്ന 3 പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നതാണ്. ഇതാണ്, വാട്ട് ആർ ദി റിക്വയർമെന്റ്സ് ഓഫ് എ വേവ് ഫംഗ്ഷൻ. ഒരു വേവ് ഫംഗ്ഷൻ വാലിഡ് ആണെന്ന് പറയണമെങ്കിൽ അതിന്റെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ്? ദ വേവ് ഫംഗ്ഷൻ psi must be continuous and single valued everywhere. Wave function psi must be continuous. That means continuous എന്ന് പറഞ്ഞാൽ എല്ലാ x and t. If our wave function is psi of x and t, x എന്ന് പറയുന്ന പൊസിഷൻ, t എന്ന് പറയുന്ന ടൈം t, ഏതൊരു പൊസിഷനിലും ഏതൊരു ടൈമിലും സൈക്ക് ഒരു വാല്യൂ ഉണ്ടാവണം. ഇറ്റ് ഷുഡ് ബി കണ്ടിന്യൂസ്. if psi has not a value, സൈക്ക് ഒരു വാല്യൂ ഇല്ല, വേവ് ഫംഗ്ഷൻ വാല്യൂ ഇല്ലെങ്കിൽ ഇറ്റ് ഹാസ് നോ മീനിങ്. സോ വേവ് ഫംഗ്ഷൻ psi must be continuous and single valued everywhere. എക്സ് എന്ന പൊസിഷനിൽ psi സിംഗിൾ വാല്യൂഡ് അല്ല, മൾട്ടി വാല്യൂഡ് ആണ്. ദാറ്റ് ഈസ് എ പ്രോബ്ലം. അതിന്റെ അർത്ഥം ഡിസ്പ്ലേസ്മെന്റിന്റെ കാര്യം എടുക്കുക. ഇപ്പൊ ഏതെങ്കിലും ഒരു ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ, ഈ വി ടേക്ക് എ ഡിസ്പ്ലേസ്മെന്റ് ഫംഗ്ഷൻ എടുത്തു, ഒരു പൊസിഷനിൽ ഡിസ്പ്ലേസ്മെന്റ് മൾട്ടി വാല്യൂഡ് ആണ്. ഡിസ്പ്ലേസ്മെന്റ് 5ഉം 6ഉം ആണ്, 7ഉം 9ഉം ആണ്. അതിനെന്തെങ്കിലും മീനിങ് ഉണ്ടോ? ഡിസ്പ്ലേസ്മെന്റ് ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തു, അതിനൊരു ഡിസ്പ്ലേസ്മെന്റ് അല്ലേ ഉണ്ടാവുള്ളൂ. സോ ദാറ്റ് മീൻസ് psi, our wave function, should be single valued everywhere and continuous. Next one, dou psi by dou x, dou psi by dou y and dou psi by dou z must also be continuous and single valued everywhere. First order differential, dou psi by dou x, dou psi by dou y, dou psi by dou z സിംഗിൾ വാല്യൂഡും കണ്ടിന്യൂസ് ആയിരിക്കണം. കാരണം നമ്മൾ മൊമെന്റവും എനർജിയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ psi എന്ന് പറയുന്ന ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. വി ആർ ഡിഫറൻഷിയേറ്റിംഗ് psi in order to find momentum energy of this quantum particle. സോ മൊമെന്റത്തിനും എനർജിയും അതും കണ്ടിന്യൂസ് ആയിരിക്കണം. അതിനും എല്ലാ പൊസിഷനിലും ടൈമിനും ഒരു വാല്യൂ ഉണ്ടായിരിക്കണം. അതും മൾട്ടി വാല്യൂഡ് ആവാൻ പാടില്ല. അതിനും സിംഗിൾ വാല്യൂ പാടുള്ളൂ. ഒരു പൊസിഷൻ ഒരു ടൈമിൽ ഒരു വാല്യൂ പാടുള്ളൂ. ദാറ്റ് മീൻസ് ഇറ്റ് ഷുഡ് ബി സിംഗിൾ വാല്യൂഡ് എവരിവെയർ. ആൻഡ് psi ക്യാൻ ബി നോർമലൈസ്ഡ്. psi എന്ന കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷനെ നോർമലൈസ് ചെയ്യാൻ പറ്റിയിരിക്കണം. സോ വാട്ട് ഈസ് നോർമലൈസേഷൻ?
that normalization is important. Normalization condition ചോദിക്കും. Wave functionന്റെ normalization condition ചോദിക്കും. The normalization condition, ആകാശ് പ്രദീപ്, ആകാശ് എവിടെ പോയി? The normalization psi or wave function is given as this: integral minus infinity to infinity psi star dx dy dz is equal to 1. Minus infinity to infinity psi star dx dy dz is equal to 1. So what is psi star? ഉദാഹരണത്തിന്, if I am writing some minus a to b psi star ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഓക്കെ ആണോ? പ്രസന്റേഷൻ കാണുന്നുണ്ടോ? ഓക്കെ. So what is psi star? Psi star or integral minus a to b psi star dx dy dz is the probability of finding a particle in this given limit. അതായത് നമ്മളൊരു സ്പേസ് എടുത്തു, x from x equal to a to x equal to b. So integral minus a to b psi star dx equal to, that gives the probability of finding particle in this region. Probability of finding particle in this region. നമ്മൾ പറയുന്നത് ഈ കൊടുക്കുന്ന ലിമിറ്റ് കൊടുക്കുന്ന റീജിയനിൽ നമ്മുടെ പാർട്ടിക്കിളിനെ കാണാനുള്ള സാധ്യത. ക്വാണ്ടം മെക്കാനിക്സിന്റെ വൺ ഓഫ് ദി മെയിൻ പ്രോബ്ലംസ് ഇതാണ്. നമുക്ക് എക്സാക്ട് പൊസിഷൻ ഇതാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മളെന്താ പറഞ്ഞത്, പാർട്ടിക്കിൾ ഈസ് എ വേവ് ആകുമ്പോൾ അതിന് വേവിന് ഒരു എക്സാക്ട് പൊസിഷൻ പറയാൻ പറ്റില്ല. വേവിന്റെ ഒരു പ്രോപ്പർട്ടി അല്ല പൊസിഷൻ. സോ നമുക്ക് എന്തേ പറയാൻ പറ്റുള്ളൂ, ഈ ഒരു എക്കും ബിക്കും ഇടയിൽ, അതായത് നിങ്ങൾ പറയുന്ന എക്കും ബിക്കും ഇടയിൽ, ഫ്രം എക്സ് ഈക്വൽ ടു എ ടു എക്സ് ഈക്വൽ ടു ബി, ഫ്രം വൈ ഈക്വൽ ടു സി ടു വൈ ഈക്വൽ ടു ഡി. സോ ഇതിൻ്റെ ഇടയിൽ ഈ ഒരു പോർഷനിൽ, ഈ ഒരു റീജിയണിൽ നമ്മുടെ പാർട്ടിക്കിൾ കാണാനുള്ള സാധ്യത, പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് പാർട്ടിക്കിൾ ഇൻ ദിസ് റീജിയൻ ഈസ് എക്സ്പ്രസ്ഡ് ബൈ സൈ സ്റ്റാർ ഫ്രം എക്സ് ഈക്വൽ ടു എ ടു ബി. എക്കും ബിക്കും ഇടയിലാണ് എക്സ് ഈക്വൽ ടു എ ടു ബി. അല്ലെങ്കിൽ ഇന്റഗ്രൽ മൈനസ് എ ടു ബി സൈ സ്റ്റാർ ഡി എക്സ് ഡി വൈ ബൈ ഡി സെഡ് ആണ് എന്താണ് ഈ ഒരു റീജിയണിൽ കാണാനുള്ള പ്രോബബിലിറ്റി. നൗ വാട്ട് ഈസ് ദിസ്? അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി സൈ സ്റ്റാർ ഡി എക്സ് ഡി വൈ ബൈ ഡി സെഡ് എന്ന് പറയുന്നത് എന്താ? മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ, അതായത് മുഴുവൻ സ്പേസിൽ, നമ്മൾ എടുക്കുന്ന മുഴുവൻ സ്പേസിൽ, വി ആർ ടേക്കിംഗ് ദ ടോട്ടൽ സ്പേസ്, ഇൻഫിനിറ്റ് സ്പേസിൽ നമ്മുടെ പാർട്ടിക്കിളിനെ കാണാനുള്ള സാധ്യത എന്താണ്? സോ പാർട്ടിക്കിൾ പ്രസന്റ് ആണ്. പാർട്ടിക്കിൾ ഇൻഫിനിറ്റ് സ്പേസിൽ എവിടെയെങ്കിലും പാർട്ടിക്കിൾ ഉണ്ടാവുമല്ലോ. ദർ വിൽ ബി പാർട്ടിക്കിൾ പ്രസന്റ് ഇൻ എനി ഓഫ് ദി റീജിയൻ ഓർ എനി ഓഫ് ദി പൊസിഷൻ. സോ what is the probability of finding particle in this infinite space? A മുതൽ ചെറിയൊരു റീജിയൻ അല്ല, ഇൻഫിനിറ്റി. x equal to minus infinity to plus infinity, y is equal to minus infinity to plus infinity, or z equal to minus infinity to plus infinity. So നമ്മൾ മൊത്തം റീജിയൻ എടുക്കുന്നത്, we are taking the whole coordinate system. So particle ഡീൽ ചെയ്യുന്ന പാർട്ടിക്കിൾ എവിടെയെങ്കിലും ഉണ്ടാവും. There will be a particle position, there will be sure the particle will be in our coordinate system. Particle എവിടെയെങ്കിലും ഉണ്ടാവുമല്ലോ. So that means if we are dealing with a particle minus infinity to psi star dx by dz is equal to 1. What is the maximum probability? പ്രോബബിലിറ്റിയുടെ മാക്സിമം വാല്യൂ എന്താ? നിങ്ങൾ മാത്സിൽ പ്രോബബിലിറ്റി എന്ന പാർട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. when the probability is 100%, 100% ഷുവർ ആണ് പാർട്ടിക്കിൾ എന്താണ് ഈ ഒരു കാരണം ഇതെന്ന് പറയുന്നത് ഹോൾ റീജിയൻ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? എന്തെങ്കിലും പ്രശ്നം, കണക്ഷൻ പോയാ? എന്തോ എന്താ ബീത്ത കേൾക്കുന്നുണ്ടോ? ഇപ്പം കേൾക്കുന്നുണ്ട്. നേരത്തെ കണക്ഷൻ പോയി. ഓക്കെ. സോ ദ പ്രോബബിലിറ്റി ഈസ് 100% ഷുവർ ആണ് എന്ത്
പാർട്ടിക്കിൾ -∞ to +∞. അതായത് പാർട്ടിക്കിൾ എവിടെയെങ്കിലും പ്രസന്റ് ആണ്. സോ psi star dx dy by dz is equal to 1. This condition, this is called normalization condition of psi. ഈ കോംപ്ലക്സ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷന്റെ ഈ ഒരു എക്സ്പ്രഷൻ, ഈ ഒരു ഇക്വേഷന്റെ പേരാണ് നോർമലൈസേഷൻ കണ്ടീഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ. സോ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കും, റൈറ്റ് ദ നോർമലൈസേഷൻ കണ്ടീഷൻ ഓഫ് വേവ് ഫംഗ്ഷൻ ആൻഡ് ദ റിക്വയർമെന്റ് ഓഫ് വേവ് ഫംഗ്ഷൻ. വേവ് ഫംഗ്ഷന്റെ റിക്വയർമെന്റ് ചോദിക്കും. ആൻഡ് ഓൾസോ ഫിസിക്കൽ സിഗ്നിഫിക്കൻസും ഇന്റർപ്രിട്ടേഷൻ ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് വേവ് ഫംഗ്ഷനെ കുറിച്ച്. Now, if we get the wave function of a particle, how can we calculate or derive all other properties of this quantum material? നമുക്കൊരു ക്വാണ്ടം പാർട്ടിക്കിളിനെ, അതായത് ഞാൻ പറയുന്നത് ഫോർ എക്സാമ്പിൾ ടേക്ക് ആൻ ഇലക്ട്രോൺ. നമ്മൾ സാധാരണ ഇലക്ട്രോണിൻ്റെ കേസ് എടുക്കുക. ടേക്കിംഗ് ആൻ ഇലക്ട്രോൺ, നമുക്ക് ഈ ഇലക്ട്രോണിൻ്റെ അഡ്രസ്സ് കിട്ടി. ദാറ്റ് മീൻസ് വി ഗെറ്റ് ദ വേവ് ഫംഗ്ഷൻ ഓഫ് ഇലക്ട്രോൺ psi of xt കിട്ടി. ഈ psi of xt-യിൽ നിന്ന് നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ എന്ത് ചെയ്യാം, നമ്മുടെ പാർട്ടിക്കിളിൻ്റെ പ്രോപ്പർട്ടീസ് ഡിറ്റർമിൻ ചെയ്തെടുക്കാം. സോ ഫസ്റ്റ് ഫോർ എക്സാമ്പിൾ, ഇഫ് വി വാണ്ട് ടു ഫൈൻഡ് ദ മൊമെൻറ്റം, നമുക്ക് മൊമെൻറ്റം ആണ് കാണണമെങ്കിൽ വാട്ട് വി വിൽ ഡു, ഇഫ് വി വാണ്ട് ടു ഫൈൻഡ് ദ മൊമെൻറ്റം ഇൻ എക്സ് ഡയറക്ഷനിലുള്ള മൊമെൻറ്റം ആണ് കാണണമെങ്കിൽ px ഈക്വൽ ടു momentum operator is defined as minus I h cut dou by dou x. ഇതാണ് മൊമെന്റം ഓപ്പറേറ്റർ. ദിസ് ഈസ് മൊമെന്റം ഓപ്പറേറ്റർ. എന്താ മൊമെന്റം ഓപ്പറേറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണോ വേവ് ഫംഗ്ഷൻ അതിനെ എക്സ് കൊണ്ട് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, എന്നിട്ട് -IH കട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ തന്നിരിക്കുന്ന ഇലക്ട്രോണിന്റെ മൊമെന്റം ആണ് നമുക്ക് കാണേണ്ടതെങ്കിൽ px is equal to -IH cut dou psi by dou x. ഇനിയിപ്പോൾ y ആക്സിസിലാണ് കാണേണ്ടത്, y ഡയറക്ഷനിലാണ് കാണണമെങ്കിൽ py is equal to -IH cut dou psi by dou y. z-ന്റെ ആണെങ്കിൽ അങ്ങനെ. ഇനിയല്ല, നമുക്ക് കാണേണ്ടത് എനർജിയാണ്. ഇഫ് വി വാണ്ട് ടു ഫൈൻഡ് ദ എനർജി, then energy operator is defined as I h cut dou by dou t. എന്താ തന്നിരിക്കുന്ന വേവ് ഫംഗ്ഷന് ടി വെച്ച് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ദെൻ മൾട്ടിപ്ലൈ വിത്ത് IH കട്ട്. സോ നമുക്ക് തന്നിരിക്കുന്ന ഇലക്ട്രോണിന്റെ എനർജിയാണ് കാണണമെങ്കിൽ എന്ത് ചെയ്യാം, അപ്ലൈ എനർജി ഓപ്പറേറ്റർ. ദാറ്റ് മീൻസ് എനർജി ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു IH കട്ട് dou psi by dou t. സോ psi എന്ന് പറയുന്ന ഒരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആയിരിക്കും. അത് psi എന്ന് പറയുന്ന എക്സിന്റെയും ടിയുടെയും ഫംഗ്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ psi എന്ന് പറയുന്നത് എന്താ, എക്സിന്റെയും വൈയുടെയും സെഡിന്റെയും ടിയുടെ ഒക്കെ ഫംഗ്ഷൻ ആയിരിക്കും. സോ എന്ത് ചെയ്യാം, പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇതൊരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആണ്. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എനർജി ഈൽഡ് ചെയ്യാൻ പറ്റും. എനർജി, മൊമെന്റം, അങ്ങനെ മറ്റു പലതും ഈൽഡ് ചെയ്യാൻ പറ്റും. ഇനി പൊസിഷൻ കോർഡിനേറ്റ്സ് ആണ് െങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ്, ക്ലാസിക്കൽ മെക്കാനിക്സിൽ എക്സ് ആണ് പൊസിഷൻ, വൈ ആണ് പൊസിഷൻ, സെഡ് ആണ് പൊസിഷൻ. ശരിയല്ലേ? എക്സും വൈയും സെഡ് അല്ലേ കാർട്ടീഷ്യൻ കോർഡിനേറ്റിലെ പൊസിഷൻ. സിമിലർലി ക്വാണ്ടം മെക്കാനിക്സിലും എക്സും വൈയും സെഡും തന്നെയാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് പൊസിഷൻ. സോ പൊസിഷന് വേറെ ക്വാണ്ടം മെക്കാനിക്കൽ ഓപ്പറേറ്റർ ഇല്ല. അതായത് ഈ മൊമെന്റത്തിന്റെ ഓപ്പറേറ്റർ എടുത്ത് സാധാരണഗതിയിൽ ക്ലാസിക്കൽ മെക്കാനിക്സിൽ എന്താണ് മൊമെന്റം? ടി ഈസ് ഈക്വൽ ടു ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ട്. പ്രസന്റേഷൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. കുഴപ്പമില്ല. ഇപ്പോൾ ഓപ്പറേറ്റേഴ്സ് ആണ് പറഞ്ഞു കഴിഞ്ഞത്. സോ ഇത്രയും ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്നുള്ളൂ. സോ എനിക്കറിയാം ഈ പഠിക്കുന്ന കാര്യങ്ങൾ ക്വാണ്ടം മെക്കാനിക്സ് കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ നിങ്ങൾ ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് തന്നെയാണെങ്കിൽ ഒരു സ്റ്റെപ്പ് മനസ്സിലായി ചോദിക്കാം. നമ്മൾ അടുത്ത ക്ലാസ് മുതൽ ചെയ്യാൻ പോകുന്നത് സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ ആണ്. അതായത് നമ്മുടെ ഈ ഒരു മൊഡ്യൂളിലെ ആകെയുള്ള 2 ഡെറിവേഷനിൽ ഒന്നാണ് ഇത് സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ. സോ
നാളെ അതാണ് ചെയ്യാൻ പോകുന്നത്. സോ കുറച്ച് സ്റ്റെപ്പ് ഉണ്ടാകും. സോ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് മനസ്സിലായിട്ടില്ലെങ്കിൽ അപ്പോൾ ചോദിച്ചാൽ മതി. ഓക്കെ, എങ്കിൽ അറ്റൻഡൻസ് പറഞ്ഞു. 1, 2, 3, 4, 5, 6, 8, 9, 10 ആബ്സെന്റ്, 11 ആബ്സെന്റ്, 12 ഉണ്ടോ? 12 ആബ്സെന്റ്, 13, 13, 14, 15, 16. വൈഷ്ണവ് അല്ല ആബ്സെന്റ്? ഓക്കെ. 7, 10, 11, 12, 16 ഞാൻ മാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. ഓക്കെ, സോ താങ്ക് യു. അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഒരു അവറും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ കാണാം. ബൈ. താങ്ക് യു സാർ.